ആ കൂട്ടത്തിന് എന്ത് സംഭവിക്കുന്ന അറിയാമോ? നിങ്ങളിപ്പോൾ ഒരാൾ 2000 രൂപ വെച്ചെടുക്കാമെന്ന് വിചാരിക്കുക. നിങ്ങൾ 20 പേരുണ്ട്. ഒരു മാസം നിങ്ങൾക്ക് 40,000 രൂപ വന്നില്ലേ? ഈ 40,000 രൂപ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചിട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിലേക്ക് നിക്ഷേപിക്കുക. 4-5 മാസം കഴിഞ്ഞാൽ നല്ലൊരു തുക നിങ്ങൾക്ക് ഒരു ചിട്ടിയായിട്ട് പിടിച്ചെടുക്കാൻ പറ്റും. ആ തുക ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ഥിര വരുമാനം കിട്ടുന്ന വാല്യൂ അഡീഷനുള്ള ഏതെങ്കിലും വസ്തുക്കളിലേക്ക് ഈ തുകയെ മാറ്റി ഇൻവെസ്റ്റ് ചെയ്യുക. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ആദ്യം നമ്മൾ മൂലധനം കണ്ടെത്താനായിട്ട് 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഒരാൾ കണ്ടെത്തി. അതുപയോഗിച്ച് നമ്മളൊരു വിശ്വസ്തയുള്ള സാമ്പത്തിക സ്ഥാപനത്തിൽ പോയിട്ട് ഒരു ചിട്ടി ചെയ്തു. 5-ാമത്തെ മാസം 6-ാമത്തെ മാസമോ അവിടുത്തെ കണ്ടീഷൻ പ്രകാരം ആ ചിട്ടി നമ്മൾ പിടിച്ചപ്പോൾ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ വന്നു. ഈ പണത്തെ നമുക്ക് ഇനി വളരാൻ സാധ്യതയുള്ള എന്നാൽ നിങ്ങൾക്ക് ഒരു വരുമാനം കൂടി കിട്ടാൻ ചാൻസുള്ള ഒരു മേഖലയിലേക്ക്, അത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ ബിൽഡിങ്ങുകൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു തുക അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ബാക്കി തുക ഒരു ലോണായിട്ട്, ഇത്ര പേരുള്ളതല്ലേ, ബാങ്കിൽ നിന്ന് ഒരു ലോണായിട്ട് സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഈ ലോൺ എമൗണ്ട് നിങ്ങളുടെ ഈ ബിൽഡിംഗ് അടയ്ക്കും. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ഈ കൺസോർഷ്യത്തിന് സ്വന്തമായിട്ടൊരു സ്ഥലവും ബിൽഡിങ്ങുമായി പിന്നെ കിട്ടുന്ന റവന്യൂ നിങ്ങളുടെ ഭാവിയിലേക്ക്. ഞാൻ വെറുതെ ഒരു ഉദാഹരണമായിട്ട് ഒരു തോട്ടിട്ട് തന്നതാണേ. ഇതെങ്ങനെ വിനിയോഗിക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഇത് ആർക്കും ചെയ്യാം കേട്ടോ, ആർക്കും ചെയ്യാം. നമുക്ക് ധാരാളം സുഹൃത്തുക്കൾ എനിക്കുണ്ട്, അത്യാവശ്യം കമ്പനി കൂടുന്നവർ. ഞാൻ ഇവിടെ കൂടെ പോയിട്ട് ഇരിക്കാറുമുണ്ട്. ദൈവം അനുഗ്രഹിച്ച് എനിക്ക് സത്യമായിട്ട് പറയാൻ പറ്റും, ഞാൻ ഇന്നേ വരെ മദ്യം കഴിച്ചിട്ടില്ല. ഈവൻ കൊക്കക്കോളയ്ക്ക് മേളിലേക്ക് ഒന്നും കഴിച്ചിട്ടില്ല, കൊക്കക്കോളയും കഴിച്ചിട്ടില്ല.